തീർച്ചയായിട്ടും ഉമേഷ്, ഈ ചോദ്യം ചെയ്യലിൽ അതായത് ആദ്യം മുതൽ പറഞ്ഞ നുണകൾ, ഈ പൾസർ സുനിയെ അറിയില്ല എന്നതടക്കമുള്ള നുണകളൊക്കെ വലിയൊരു ബുമറാങ്ങായി ദിലീപിന് നേരെ തിരിച്ചടിക്കുകയായിരുന്നു ഈ ഫോൺ രേഖകളൊക്കെ പോലീസ് കാണിച്ചപ്പോൾ. മറ്റൊന്ന്, ഈ നടി ആക്രമിക്കപ്പെട്ട കാര്യം ദിലീപിനെ സിനിമാ ലോകത്തു നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സംഭാഷണം നീണ്ടുനിന്നത് വെറും 12 സെക്കൻഡുകൾ മാത്രമാണ്. ഒരിക്കലും ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട വിവരം പറയുമ്പോൾ 12 സെക്കൻഡിന് അപ്പുറത്തേക്ക് ആ കാര്യങ്ങൾ സംസാരിക്കപ്പെടേണ്ടതാണ് എന്ന് പോലീസ് ദിലീപിന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇല്ലായിരുന്നു. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ കൊട്ടേഷൻ നൽകുന്നത് കേട്ടു എന്നതടക്കമുള്ള സാക്ഷിമൊഴികൾ വന്നതോടെ മറ്റു മാർഗങ്ങൾ ദിലീപിന് ഇല്ലാതാവുകയായിരുന്നു. തീർച്ചയായും അത്തരത്തിൽ ചോദ്യം ചെയ്യലിൽ ദിലീപിന് പലപ്പോഴും ഉത്തരമുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മനു സൂചിപ്പിച്ചതുപോലെ പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്ന് ദിലീപ് പറഞ്ഞത് മുതൽ സംശയങ്ങൾ ഏറി വരികയായിരുന്നു. അതിനിടയ്ക്കാണ് പൾസർ സുനി ദിലീപിന്റെ ലൊക്കേഷനിൽ എത്തി എന്ന് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ പുറത്ത് വന്നത്. അത് ദിലീപിനെ കത്തെഴുതിയ ആ കത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്ഫൂരം വരെയുള്ള കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ആ കത്തിൽ പറയുകയും പിന്നീട് അതേ ജോർജേട്ടൻ സ്ഫൂരത്തിലെ ലൊക്കേഷനിൽ ദിലീപും മറ്റൊരു വ്യക്തിയും ഒരുമിച്ചുള്ള ഫോട്ടോയിൽ ഇതിന്റെ പൾസർ സുനി നിൽക്കുന്നതായുള്ള ദൃശ്യം വ്യക്തമാവുകയും ചെയ്തു. ആ ദൃശ്യത്തിൽ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമായി സുനി ദിലീപിന്റെ ലൊക്കേഷനിലെത്തി ദിലീപുമായി ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ തെളിവാണത്. എന്നാൽ അത് കൂടുതൽ ഉറപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അതിലും ഉപരിയായി CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ ഫോൺ കോൾ രേഖകൾ, ദിലീപുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അല്ലെങ്കിൽ ദിലീപ് തന്നെ നേരിട്ട് പൾസർ സുനിയെ വിളിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ദിലീപിന് ഒരു നിലയ്ക്കും ഇനി രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ ഉള്ള തെളിവുകൾ. ഏറ്റവും പുതിയ വിവരം, ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ വെച്ചാണ് അക്കാര്യം അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത്. 14 ദിവസത്തേക്ക് കേസിൽ ദിലീപിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. പക്ഷേ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റ് പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു ദിലീപിനെ. എന്താണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനുശേഷം നേരെ കൊണ്ടുപോകുന്ന ആലുവ സബ് ജയിലിലേക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി നടപടികൾ 15 മിനിറ്റിനകം തന്നെ കോടതി നടപടികൾ തന്നെ പൂർത്തീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. വേണ്ടി വന്നാൽ അന്വേഷണത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി വേണ്ടി വന്നാൽ പോലീസ് പക്ഷേ അത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ആലോചിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഘട്ടങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഇപ്പോൾ അങ്കമാലി കോടതി 14 ദിവസത്തേക്ക് ദിലീപിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. റിമാൻഡ് ചെയ്തിട്ടുള്ള റിമാൻഡ് ശേഷം നേരെ കൊണ്ടുപോകുന്ന ആലുവ സബ് ജയിലിലേക്കാണ് ദിലീപിനെ കൊണ്ടുപോവുക. കോടതി അവസാന ഘട്ടത്തിൽ അതായത് പൂർത്തീകരിച്ച് ദിലീപിനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഇവിടെ വലിയ തരത്തിലുള്ള ജനക്കൂട്ടം ഇവിടെ തടിച്ചു നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഈ ഭാഗത്തെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു ദിലീപിനെതിരെ. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസ് അതായത് ദിലീപിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടും സുരക്ഷ ഇവിടെ ശക്തമാക്കിയിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന്റെ വീടിന്റെ പരിസരത്ത് വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം കാണാൻ കഴിയും. ഇവരെ നിയന്ത്രിക്കാൻ പോലീസ് പ്രത്യേകം പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതിൽ 14 ദിവസത്തേക്കാണ് അങ്കമാലി കോടതി ദിലീപിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രശാന്ത്, ഈ റിമാൻഡ് കാലയളവിന് ശേഷം പോലീസിന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മറ്റൊന്ന്, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്കുമുള്ള നിയമപരമായ സാധ്യതകളും കാണുന്നില്ലേ? തീർച്ചയായിട്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസിന് സ്വീകരിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നു. കാരണം അന്വേഷണം സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. ഇനിയും ഒരു ഗൂഢാലോചന സംബന്ധിച്ച നിരവധി കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നോക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാം അതിന്റെ അന്വേഷണം വിശദമായി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ പോലീസ് അതിനുവേണ്ടി ഇതിന്റെ ഉള്ളിൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്.
ജാമ്യം ലഭിക്കാത്തതിനാണ് 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് അയച്ചിരിക്കുന്നത്. ആലുവ സബ് ജയിലിലേക്കായിരിക്കും ദിലീപിനെ ഇവിടെ നിന്നും കൊണ്ടുപോവുക. അതായത് കോടതി നടപടികൾ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ദിലീപിനെ സബ് ജയിലിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കോടതി നടപടി പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇവിടെ നിന്ന് ആലുവ സബ് ജയിലിലേക്കായിരിക്കും ദിലീപിനെ കൊണ്ടുപോവുക. കോടതി നടപടിയിൽ ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 14 ദിവസം റിമാൻഡിലേക്ക് ആണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കുന്നത്. ആലുവ സബ് ജയിലിലേക്കായിരിക്കും ഇതിനുശേഷം ദിലീപിനെ ഇവിടെ നിന്നും കൊണ്ടുപോവുക. ഇപ്പോൾ ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. ഇനി ഈ 14 ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി നടപടികൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതൊക്കെ എങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക പ്രശാന്ത്? അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇനി വിലയിരുത്തും. കാരണം ദിലീപിനെതിരെ ഇപ്പോൾ നേരത്തെ ഉടൻ സൂചിപ്പിച്ചതുപോലെ 19ഓളം തെളിവുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഇനിയും ഇതിന്റെ മറ്റ് ഘട്ടങ്ങൾ കൂടി പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ പോലീസ് അതിന്റെ ഭാഗമായി പോലീസ് ഇനി അന്വേഷണത്തിന്റെ തുടർ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന്റെ കാര്യങ്ങൾക്കെല്ലാം തന്നെ ദിലീപിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആലുവ സബ് ജയിലിലേക്കാണ് ദിലീപിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നടപടികൾ എല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രശാന്ത്, ദിലീപിനെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചോ? തിരിച്ച് വീണ്ടും വാഹനത്തിൽ കയറ്റിയോ? എന്താണ് അവസ്ഥ? ഇല്ല, കാരണം ഇവിടെ ശക്തമായിട്ടുള്ള മഴയുണ്ട്. മാത്രമല്ല പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും തന്നെ, കാരണം എപ്പോഴും മജിസ്ട്രേറ്റിന്റെ വസതിക്ക് അകത്താണ് അദ്ദേഹം ഉള്ളത്. പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. പോലീസ് അതിനു മുന്നോടിയായി ഇപ്പോൾ ഇവിടെ വാഹനം, അതായത് പോലീസ് വാഹനം വസതിയിലേക്ക് അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. അതായത് കനത്ത മഴയുള്ളത് കൊണ്ടും പോലീസ് അതിനുള്ള കാരണം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷം ഇതിനകത്തേക്ക് വാഹനത്തിനകത്തേക്ക് എത്താൻ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കാത്തിരിക്കുകയാണ്. എന്തായാലും നടപടികൾ പൂർത്തിയായ ഉടൻ തന്നെ ഇവിടെ നിന്നും ദിലീപിനെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. കാരണം വലിയ തരത്തിലുള്ള ജനക്കൂട്ടം ഈ വീടിന്റെ പരിസരത്തെല്ലാം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുവരെ ചില പ്രതിഷേധങ്ങളും മുന്നിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ സുരക്ഷാ സന്നാഹങ്ങളും തയ്യാറെടുപ്പുകൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് അതായത് പൊതുജനങ്ങളെയും അതുപോലെ മാധ്യമ പ്രവർത്തകരടക്കമുള്ളവരെയും ഇവിടെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണാനാകുന്ന കാഴ്ച. അല്പസമയത്തിന് തന്നെ കോടതി നടപടി പൂർത്തിയാക്കിയ ശേഷം ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുവരും. മജിസ്ട്രേറ്റിന്റെ വീടിന്റെ മുറ്റത്ത് വരെ ആളുകൾ, വലിയ തരത്തിലുള്ള ആളുകൾ ഇടിച്ചു കയറി നിൽക്കുന്നതായി ഇവിടെ എല്ലാം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ സജ്ജീകരണങ്ങളും സുരക്ഷയും ഒരുക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോൾ മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം. കാരണം മത്സരന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസ് നിയന്ത്രണ വിധേയമാക്കി ഇപ്പോൾ ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ മജിസ്ട്രേറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. അവിടെ നിന്നും ഇപ്പോൾ തന്നെ ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുവരും. ദിലീപിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ എല്ലാം കൃത്യമായി ഇപ്പോൾ ദിലീപിനെ വാഹനത്തിലേക്ക് ദിലീപ് മജിസ്ട്രേറ്റ് വസതിയിലെത്തിയതിനു ശേഷം ഇതാ ദിലീപ് പുറത്തേക്ക് വരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം വലിയ തരത്തിൽ മാധ്യമപ്രവർത്തകരും വലിയൊരു ഉണ്ടും തള്ളും നടക്കുന്നു ഇവിടെ എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളെല്ലാം കാണാൻ കാരണം. വലിയ തരത്തിലുള്ള പ്രതിഷേധവും തൂക്കുവിളികളും എല്ലാം തന്നെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത്. മനു, തീർച്ചയായിട്ടും പ്രശാന്ത്, ദിലീപ് എന്തോ സംസാരിച്ചു, നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് പ്രശാന്ത് കേട്ടോ? പറയാൻ കഴിയുമോ അവിടുത്തെ ബഹളത്തിനിടയിൽ? തീർച്ചയായും മാധ്യമപ്രവർത്തകർക്ക് പോലും അങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് വലിയ രീതിയിൽ വളഞ്ഞു വെച്ചിരിക്കുന്ന കാണാൻ കഴിയും. ബസ്സിന്, അതായത് പോലീസ് വാഹനത്തിന് ചുറ്റും തന്നെ ഇവിടെ ആളുകളെ കാണാൻ സാധിക്കും. എല്ലാവരും വണ്ടി തടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത്. കാരണം കനത്ത മഴയുണ്ട്. ആ മഴയെ അവഗണിച്ചു പോകുന്ന നിരവധി പേരാണ് ഇവിടെ മജിസ്ട്രേറ്റിന്റെ വസതിന് മുന്നിൽ തടിച്ചു കൂടിയിരിക്കുന്നത്. ദിലീപിന്റെ പ്രതികരണം എടുക്കുന്നതിന് വേണ്ടിയിട്ടും മാധ്യമപ്രവർത്തകർ
ഏതായാലും മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് ദിലീപിനെ ഇപ്പോൾ തിരികെ കൊണ്ടുപോവുകയാണ്. തിരികെ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഈ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റിന്റെ നടപടിക്ക് ശേഷം ദിലീപ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആലുവ സബ് ജയിലിലേക്ക് ദിലീപിനെ കൊണ്ടുപോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ദിലീപിന്റെ പ്രതികരണം എന്തായിരുന്നു പ്രശാന്ത്? കേട്ടില്ല. ഭയപ്പെടേണ്ട കാര്യമില്ല എന്നതാണ് ദിലീപിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ദിലീപിനെ കൊണ്ട് വാഹനം ആലുവ സബ് ജയിലിലേക്ക്. തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഈ ഒരു പ്രതികരണം ദിലീപിന്റെ ഭാഗത്തു നിന്ന് എത്തിയത്. വളരെ വലിയൊരു പ്രതിഷേധമാണ് അവിടെ ദിലീപിനെതിരെ മജിസ്ട്രേറ്റിന്റെ വസതിയുടെ പുറത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. ദിലീപ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആളുകൾ കൂകി വിളിക്കുന്ന ഒരു അവസ്ഥ വരെ അവിടെ ഉണ്ടായി. ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പുഞ്ചിരിയോട് കൂടിയാണ് ദിലീപ് പോലീസ് വാഹനത്തിലേക്ക് കയറിപ്പോയത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്ക് ഇടയിലൂടെയാണ് ദിലീപിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഇനി ആലുവ സബ് ജയിലിലേക്ക് ദിലീപിനെ കൊണ്ടുപോകുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു ദിലീപിനെ. നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ ദിലീപ് പറഞ്ഞിരുന്നു പ്രതികരണം എല്ലാം അവസാനിച്ചതിന് ശേഷം ആയിരിക്കുമെന്ന്. തിരിച്ചിറങ്ങി വന്നപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു പ്രതികരണമാണ് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ആലുവ സബ് ജയിലിലേക്ക് ദിലീപിനെ കൊണ്ടുപോയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആലുവയിലെ സബ് ജയിലിലേക്ക് ദിലീപിനെ എത്തിക്കും. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു ദിലീപിനെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്കമാലിയിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ചായിരുന്നു കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏകദേശം 10 മിനിറ്റോളം കോടതിയിലെ നടപടിക്രമങ്ങൾ നീണ്ടുനിന്ന് ഒടുവിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവും വന്നിരിക്കുന്നു. ഭയപ്പെടാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 6:30-ക്കാണ് ദിലീപിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്ന് ദിലീപിനെ അങ്കമാലിയിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഇടയിലൂടെയാണ് ദിലീപിനെ എത്തിച്ചത്. പോലീസ് ബസ്സിലാണ് ദിലീപിനെ കൊണ്ടുപോയത്. രാവിലെയും ദിലീപിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. അങ്കമാലിയിൽ മജിസ്ട്രേറ്റിന്റെ വസതിന് മുന്നിൽ ജനങ്ങൾ സംഘടിക്കുകയും ദിലീപിനെ കൂവി വിളിക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. തിരിച്ചിറങ്ങിയപ്പോഴും ഏകദേശം അതേപോലെ തന്നെ കാഴ്ചകൾ കണ്ടു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഇടയിലൂടെ ഇനി ദിലീപ് ജയിലിലേക്ക് അഴിക്കുള്ളിലേക്ക് ഏതായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു.